ഇനിയിപ്പോൾ എത്ര ദിവസം ഐറീന വിഴിഞ്ഞത്തുണ്ടാകും സനൂപ്? കപ്പലടപ്പുണ്ട്. നിലവിൽ കിട്ടുന്ന വിവരപ്രകാരമാണെങ്കിൽ ഇന്ന് 8 മണിക്ക് ബർത്തിങ് പൂർത്തിയാക്കും. ഏകദേശം 8:09 ഇപ്പോൾ അല്പസമയം 8:15 ബർത്തിങ് പൂർത്തിയാവും. ഇന്നും നാളെയും നാളെ കഴിഞ്ഞ് മാത്രമേ MSC ഐറീന വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് പുറപ്പെടൂ എന്നാണ് നിലവിൽ പോർട്ട് അധികൃതരിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. അമൃത, എന്തായാലും മെയ് 2-ന് രാജ്യത്തിന് വേണ്ടി വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി സമർപ്പിച്ചു. അതിനു മുമ്പും അതിനുശേഷവും കൂറ്റൻ കപ്പലുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായിട്ട് ഇനി ഇതിന് അപ്പുറം ഒരു കപ്പൽ വരാനില്ല. MSC ഐറീന എന്ന ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ തന്നെ വന്നിരിക്കുന്നു. ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട ആളുകൾ, അതുപോലെ തന്നെ മലയാളികൾ, ഈ വിഷയം പഠിച്ച വ്യക്തികളൊക്കെ ഒരുപാട് നാളായിട്ട് കാത്തിരുന്നത് എന്ന് MSC ഐറീന വിഴിഞ്ഞത്തിന്റെ വെള്ളം തൊടും എന്നുള്ള കാര്യമായിരുന്നു. അതിപ്പോ സത്യമായി കഴിഞ്ഞിരിക്കുന്നു. MSC ഐറീന വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിയിട്ടുണ്ട്. ഒരു 6 ദിവസത്തെ കാത്തിരിപ്പുണ്ടായിരുന്നു. അത് പക്ഷേ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആ ഒരു സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് അത്രത്തോളം കപ്പലുകൾ ഈ കണ്ടെയ്നർ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി വിഴിഞ്ഞത്തേക്ക് വരുന്നു എന്നുള്ളത് കൊണ്ടാണ് MSC ഐറീനയ്ക്ക് പോലും 6 ദിവസം ഉൾക്കടലിൽ കാത്തിരിക്കേണ്ടി വന്നത്. പക്ഷേ കാത്തിരിപ്പിനൊടുവിൽ MSC ഐറീന അതിന്റെ മലയാളിയായിട്ടുള്ള ക്യാപ്റ്റൻ വില്ലി ആന്റണി, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെ ഈ കൂറ്റൻ കപ്പൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആ വളഞ്ഞു വരുന്ന ആ ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം മനോഹരമാണ്. നേരത്തെ MSC തുർക്കി എന്ന കൂറ്റൻ കപ്പൽ വന്നപ്പോൾ നമ്മൾ കണ്ടു. MSC തുർക്കി ഈ ഐറീന ക്ലാസ്സിലെ ഒരു കപ്പൽ തന്നെയാണ്. അതേപോലെ മിഷേൽ കാപ്പലിൻ, അതും ഈ MSC ഐറീന എന്ന ക്ലാസ്സിലെ ഒരു കപ്പൽ തന്നെയാണ്. മൊത്തം 6 കപ്പലുകളാണ് ഈ ഐറീന സീരീസിലുള്ളത്. 6 സഹോദരിമാരിൽ ഏറ്റവും വമ്പത്തിയായിട്ടുള്ള MSC ഐറീന ഇപ്പോൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും അതിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് അമൃത ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 4000-ഓളം കണ്ടെയ്നറുകൾ ഈ വിഴിഞ്ഞത്ത് ഇറക്കുകയും കയറ്റുകയും ചെയ്യുമെന്നുള്ള വിവരവും കൂടി ലഭ്യമായിട്ടുണ്ട്. അതെ, ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലിനെ കണ്ടതുകൊണ്ടാണോ എന്നറിയില്ല, നമ്മുടെ സനൂപ് വളരെ എക്സൈറ്റഡ് ആണ്. സനൂപിന്റെ റിപ്പോർട്ടിങ്ങിൽ തന്നെ നമുക്കത് മനസ്സിലാകുന്നുണ്ട്. ഏതായാലും വലിയ കപ്പലുകൾ വരുന്നതെല്ലാം വലിയ ആവേശം തന്നെയാണ്. പക്ഷെ അതിലൊന്നും രാസവസ്തുക്കൾ ഇല്ലല്ലോ എന്ന് ഉറപ്പാക്കണമെന്ന് ഇല്യാസ് പറയുന്നുണ്ട്. അത് ഈ കപ്പലിൽ വരുന്ന കണ്ടെയ്നറുകളിൽ രാസവസ്തുക്കളൊന്നും ഇല്ലല്ലോ എന്ന് അബ്ദുൽ ഖാദറും ചോദിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ലൈബീരിയൻ കപ്പൽ മറിഞ്ഞ കണ്ടെയ്നറുകളൊക്കെ കടലിൽ ഒഴിയല്ലോ, അതിന്റെ പശ്ചാത്തലത്തിലാണ് പറയുന്നത് ഇവരൊക്കെ. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും വലിയ കപ്പൽ എത്തിയെങ്കിൽ നിലമ്പൂരിൽ ഏറ്റവും വലിയ കപ്പൽ ആരെ എന്ന് വൈകാതെ കാണാമെന്ന് ഇല്യാസ് പറയുന്നുണ്ട്. ഇല്യാസ് നിലമ്പൂരിലെ ഇലക്ഷനെയും ഈ വിഴിഞ്ഞത്തെയും ഒക്കെ കൂട്ടി കലർത്തി കണക്ട് ചെയ്തിട്ട് പറയുകയാണ്.